നമസ്കാരം. തായ്ലൻഡിലുള്ള ഇസ്രായേലി പൗരന്മാർക്ക് മുന്നറിയിപ്പുമായി എത്തിയിരിക്കുകയാണ് സർക്കാർ. എന്തിനാണ് ഇവിടെയുള്ളവർക്ക് സർക്കാർ മുന്നറിയിപ്പ് നൽകുന്നത് എന്നതായിരുന്നു ആദ്യത്തെ സംശയം. പിന്നാലെയാണ് ഇതിന്റെ കാരണങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് ഓരോന്നോരോന്നുമായി സർക്കാർ എത്തിയത്. തായ്ലൻഡിലുടനീളം തന്നെ ഇസ്രായേലികളുടെ തന്നെ ജൂതന്മാർക്കും നേരെ ആക്രമണങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് ഇവരുടെ റിപ്പോർട്ടിൽ അടിസ്ഥാനത്തിൽ ഇവർ മുന്നറിയിപ്പ് നൽകുന്നത്. നവംബർ 15-ന് കോ ഫങ്കൻ ദ്വീപിൽ പ്രശസ്തമായ ഫുൾ മൂൺ പാർട്ടി നടക്കുന്നുണ്ട്. ഇതിനോടനുബന്ധിച്ച് ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് തായ് പോലീസ് തന്നെ ഇസ്രായേലി മാധ്യമങ്ങളോടും അതുപോലെ തന്നെ ഇസ്രായേലി സർക്കാരിനോടും അറിയിച്ചത്. അതേസമയം ഇസ്രായേലികളോട് രാജ്യം വിടാനുള്ള നിർദ്ദേശം നൽകിയിട്ടില്ല എന്ന സമീപ മാസങ്ങളിലാണ് തായ് സുരക്ഷാ സേനയുമായി സഹകരിച്ച് ഇസ്രായേലി സുരക്ഷാ വിഭാഗങ്ങൾ രാജ്യത്ത് നിരവധി സംഭവങ്ങൾ തടഞ്ഞിട്ടുണ്ടെന്ന് മൊസാദിനും ദേശീയ സുരക്ഷാ കൗൺസിലും വേണ്ടി പുറത്തിറക്കിയിട്ടുള്ള പ്രസ്താവനയിൽ വ്യക്തമാക്കിയത്. ഒക്ടോബർ 7-ന് ശേഷം ഇറാനും അതിന്റെ സഖ്യകക്ഷികളും ലോകമെമ്പാടുമുള്ള ഇസ്രായേലികളെയും ജൂതന്മാരെയും ആക്രമിക്കാനുള്ള അവരുടെ ഏറ്റവും വലിയ ശ്രമങ്ങൾ ശക്തിപ്പെടുത്തിയിട്ടുണ്ടെന്നും പ്രസ്താവനയിൽ ആരോപിച്ചിട്ടുണ്ട്. തായ്ലൻഡിലെ ഇസ്രായേലികളോട് ജാഗ്രത പാലിക്കാൻ ദേശീയ സുരക്ഷാ കൗൺസിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇസ്രായേലി ജൂത ഐഡന്റിറ്റി കാണിക്കുന്നതിന് ഒഴിവാക്കണമെന്നും ഇസ്രായേലികളുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള പരിപാടികൾ പാടില്ല എന്നും സാമൂഹിക മാധ്യമങ്ങളിൽ യാത്രാ പദ്ധതികൾ മുൻകൂട്ടി പോസ്റ്റ് ചെയ്യുന്നത് ഒഴിവാക്കണമെന്നും ഇസ്രായേലികൾക്ക് നേരെ ഏതെങ്കിലും രീതിയിൽ ആക്രമണം ഉണ്ടാകുമെന്ന് സംശയിക്കുകയാണെങ്കിൽ പ്രാദേശിക സുരക്ഷാ ഏജൻസികളുമായി ബന്ധപ്പെടണം തുടങ്ങി മുന്നറിയിപ്പുകളും നൽകിയിട്ടുണ്ട്. വെള്ളിയാഴ്ചയാണ് ഫുൾ മൂൺ പാർട്ടി നടക്കുന്നത്. സാധാരണഗതിയിൽ ആയിരക്കണക്കിന് ഇസ്രായേലി ടൂറിസ്റ്റുകൾ ഇതിൽ പങ്കെടുക്കാറുണ്ട്. അതിനാൽ തന്നെ ആഘോഷത്തിനിടെ ഇസ്രായേലികളെ ലക്ഷ്യമിട്ട് ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന ശക്തമായ സൂചന ലഭിച്ചിട്ടുണ്ടെന്ന് ഇസ്രായേലി മാധ്യമമായി തന്നെ വൈനെറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആക്രമണം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് കോ ഫങ്കൻ ദ്വീപുകളിലുടനീളം തന്നെ പോലീസ് ചെക്കിംഗ് പോയിന്റുകൾ തീർത്തിട്ടുണ്ട്. നേരത്തെ ആക്രമണ ഭീഷണിയെ തുടർന്ന് കഴിഞ്ഞ മാസം അതായത് ശ്രീലങ്കയിൽ നിന്ന് പൗരന്മാരോട് മടങ്ങാൻ ആവശ്യപ്പെട്ടിരുന്നു എന്നും പറയുന്നു. ഇതിന് പിന്നാലെയാണ് തായ്ലൻഡിലും ഭീഷണി ഉണ്ടെന്ന് റിപ്പോർട്ട് വരുന്നത്. ദിവസങ്ങൾക്ക് മുൻപ് നെതർലൻഡിലെ ആംസ്റ്റർഡാമിലെയും ഇസ്രായേലി പൗരന്മാർക്ക് നേരെ ആക്രമണമുണ്ടായിരുന്നു. യൂറോപ്പ് ലീഗ് മത്സരത്തിന് മുൻപ് ഇസ്രായേൽ അനുകൂലികൾ ഫലസ്തീൻ പതാകകൾ തന്നെ നശിപ്പിച്ചതായും അതുപോലെ ഫലസ്തീൻ പതാകകൾ നശിപ്പിച്ചതിനെ തുടർന്ന് ആംസ്റ്റർഡാംഷെ ഫുട്ബോൾ ക്ലബായ അജാക്സിന്റെയും ഒക്കെ ഇസ്രായേലി പ്രൊഫഷണൽ ഫുട്ബോൾ ക്ലബായ മക്കാബി ടെൽ അവീവിന്റെയും ഏറ്റുമുട്ടൽ ഉണ്ടായിരുന്നു. തുടർന്ന് ആക്രമണം തന്നെ പൊട്ടിപ്പുറപ്പെടുകയുമായിരുന്നുവെന്നാണ് മാധ്യമ റിപ്പോർട്ടുകളിൽ തന്നെ സൂചിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. സംഭവത്തിൽ 2 ഇസ്രായേലികളെയാണ് കാണാതാവുകയും 10 പേർക്ക് പരിക്കേറ്റതായും തന്നെ ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ഫ്രാൻസിലും ഇസ്രായേലി പൗരന്മാർക്കുള്ള സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. വ്യാഴാഴ്ച പാരീസിൽ തന്നെ ഇസ്രായേലും ഫ്രാൻസും തമ്മിൽ യുവേഫ നാഷണൽ ലീഗ് ഫുട്ബോൾ മത്സരവുമുണ്ട്. ഗ്രൗണ്ടിൽ കനത്ത സുരക്ഷയാണ് പാരീസ് പോലീസ് ഒരുക്കുന്നത്. 4000 പോലീസുകാരെയും 1600 സ്റ്റേഡിയം ജീവനക്കാരെയും വിന്യസിക്കുമെന്നുള്ളത് പോലീസ് അറിയിച്ചിട്ടുണ്ട്. മത്സരം കാണാൻ പോകരുതെന്ന് പൗരന്മാർക്ക് ഇസ്രായേലി ദേശീയ സുരക്ഷാ കൗൺസിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കനത്ത സുരക്ഷാ ഭീഷണികൾക്കിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കഴിയുന്നത് ബങ്കറിലെന്ന റിപ്പോർട്ടുകളുണ്ട്. പ്രധാനമന്ത്രിയുടെ ഓഫീസിന് താഴെയുള്ള അതീവ സുരക്ഷാ സംവിധാനങ്ങളുള്ള ഭൂഗർഭ അറയിലാണ് അദ്ദേഹം ദൈനംദിന യോഗങ്ങൾ ഉൾപ്പെടെ ചേരുന്നതെന്ന് ഇസ്രായേൽ മാധ്യമമായ ചാനൽ 12 റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡ്രോൺ ആക്രമണ ഭീഷണികൾക്കിടെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ മുകൾ നിലയിലുള്ള മുറിയിലാണ് സാധാരണ യോഗങ്ങൾ ചേരാറുള്ളത്. ഇതാണ് ഇപ്പോൾ ഭൂഗർഭ മുറിയിലേക്ക് മാറ്റിയിരിക്കുന്നതെന്ന് ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.